അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ പറയാൻ പോകുന്ന വിഷയം റഹ്മത്തുൽ ആലമീൻ അഥവാ ലോകങ്ങൾക്ക് അനുഗ്രഹവൻ ആയിട്ടുള്ള എന്ന് വിശേഷിക്കപ്പെട്ട വ്യക്തിയാണ് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യവംശത്തിന് മൊത്തം മാതൃകയാണ് തിരുനബി. അതിനാൽ തന്നെ തിരുദൂതരുടെ ജനനം ഇസ്ലാമിക ചരിത്രത്തിലെ അതിവിശിഷ്ടമായ ഒരു അധ്യായമാണ്. ഖുറൈശി പ്രമുഖനായ അബ്ദുൽ മുത്തലിഫിന് 10 മക്കളുണ്ടായിരുന്നു. അഞ്ചാമനായിരുന്നു അബ്ദുല്ല. ബനൂ സുഹ്റ ഗോത്ര നേതാവായ വഹാബിൻ്റെ മകൾ ആമിനയുമായി അദ്ദേഹത്തിൻ്റെ വിവാഹം നടന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആമിന ഗർഭം ധരിച്ചിരിക്കെ അബ്ദുല്ല ഇഹലോകവാസം അടിഞ്ഞു. തൻ്റെ മകൻ്റെ ഭാവി മഹത്വങ്ങൾ വിളിച്ചറിയിക്കുന്ന പല ദൃഷ്ടാന്തങ്ങളും ആമിന ഗർഭകാലത്ത് ദർശിച്ചു. ആന കലഹം നടന്ന വർഷം റബിയുൽ അവ്വൽ 12-ന്, ക്രിസ്തുവർഷം 570 ഏപ്രിൽ 20-നാണ് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം. ലോക ചരിത്രത്തിലെ ഏറ്റവും അനുഗ്രഹീതമായ ദിവസം. പിതാമഹൻ അബ്ദുൽ മുത്തലിഫിനെ ആമിന വിവരമറിയിച്ചു. അദ്ദേഹം വന്ന് കുഞ്ഞിനെ കണ്ടു. തുടർന്ന് കുഞ്ഞിനെയും കൊണ്ട് കഅബയിൽ പ്രവേശിപ്പിച്ചു. അല്ലാഹുവിന് സ്തുതികീർത്തനങ്ങൾ അർപ്പിക്കുകയും ദീർഘനേരം പ്രാർത്ഥിക്കുകയും ചെയ്തു. ശേഷം കുട്ടിക്ക് മുഹമ്മദ് എന്ന് പേര് വിളിച്ചു. അസാധാരണമായ പേര് കേട്ട് അറബികൾ അത്ഭുതപ്പെട്ടു. പിതൃവ്യൻ അബൂ ലഹബിൻ്റെ ഫാസിയായ സുഹൈബ ഏതാനും ദിവസം തിരുനബിയെ മുലയൂട്ടി. എന്നാൽ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പൗരന് വേണ്ടി ഗ്രാമപ്രദേശത്ത് ഒരു സ്ത്രീയെ അബ്ദുൽ മുത്തലിഫ് അന്വേഷിച്ചു. നവജാത ശിശുക്കളെ മുലയൂട്ടാൻ ഗ്രാമീണരെ ഏർപ്പെടുത്തുന്ന ഒരു പതിവ് അന്ന് അറബികൾക്ക് ഉണ്ടായിരുന്നു. ഗ്രാമത്തിൻ്റെ സുന്ദരമായ അന്തരീക്ഷവും സ്വഭാവമഹത്വവും നഗരിക വൈകൃതങ്ങളിൽ നിന്നുമുള്ള അകൽച്ചയും ആശയശുദ്ധിയും ആഗ്രഹിച്ചാണ് അവർ ഇങ്ങനെ ചെയ്തിരുന്നത്. അങ്ങനെ പ്രസിദ്ധമായ ബനൂ സഅദ് ഗോത്രത്തിൽ നിന്നും മുലയൂട്ടുന്ന സ്ത്രീകൾ വന്നു. എന്നാൽ അബ്ദുൽ ഉസ്സയുടെ മകളും ഹാരിസിൻ്റെ ഭാര്യയുമായ അലീമത്തുൽ സഅദിയയാണ് അതിന് ഭാഗ്യമുണ്ടായത്. 2 വർഷമായിരുന്നു അത്. കുട്ടിയുടെ പിതാവിൽ നിന്നും എന്തെങ്കിലും പ്രതിഫലം പ്രതീക്ഷിച്ചായിരുന്നു മുലയൂട്ടുന്ന സ്ത്രീകൾ വന്നിരുന്നത്. അതിനാൽ ഈ കുട്ടിയെ എല്ലാവരും അവഗണിച്ചു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടവർ എല്ലാവരും പറഞ്ഞു, ഒരു അനാഥനാണിത്. മാതാവും പിതാമകനും നമുക്കൊന്നും തരുകയില്ല. അലീമയുടെ മനോഗതിയും അതുതന്നെയായിരുന്നു. ആദ്യം അവരും പിന്തിരിഞ്ഞു. പക്ഷേ പിന്നീട് അവരുടെ മനസ്സിന് മൃദുലമായ അനാഥ ശിശുവിനോടുള്ള സ്നേഹം അല്ലാഹു അവരെ നിക്ഷേപിച്ചു. തിരുനബിയായ അല്ലാതെ മറ്റാരെയും അവർക്ക് ലഭിച്ചില്ല. അവർ തിരുനബിയെയും കൊണ്ട് വാഹനത്തിലേക്ക് പോയി. ആ നിമിഷം മുതൽ അവരുടെ മേൽ ഐശ്വര്യം വർദ്ധിക്കാൻ തുടങ്ങി. എല്ലാ കാര്യങ്ങളിലും മാറ്റം ദർശിച്ചു. ഒട്ടകത്തിൻ്റെ പാലും എല്ലാ ഐശ്വര്യവും. എല്ലാവരും പറഞ്ഞു, അലീമ, ഐശ്വര്യവാനായ ഒരു കുഞ്ഞിനെയാണ് നിനക്ക് കിട്ടിയത്. കൂട്ടുകാരികൾക്കും അവരോട് അസൂയ പുലർത്തി. അല്ലാഹുവിൻ്റെ അനുഗ്രഹ ആശംസകൾ അവരോട് വർഷിച്ചുകൊണ്ട് ഇരുന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 വർഷം ബനൂ സഅദ് ഗോത്രത്തിൽ കഴിച്ചുകൂട്ടി. 2 വർഷത്തിനു ശേഷം ഒരിക്കൽ ഹലീമ കുഞ്ഞിനെയും കൂട്ടി മാതാവ് ആമിനയുടെ അരികിലെത്തി. അവരുടെ ആഗ്രഹപ്രകാരം കുറച്ച് ദിവസം മാതാവിനൊപ്പം കഴിച്ചുകൂട്ടി. ശേഷം ബനൂ സഅദിലേക്ക് മടങ്ങി പോവുകയും ചെയ്തു. ബാല്യകാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടുകാരോടൊപ്പം ആട് മേയ്ച്ചിരുന്നു. സുന്ദരമായ ഗ്രാമീണ ജീവിതത്തിൻ്റെ ലളിത പ്രകൃതി വളർന്നതിനോടൊപ്പം ബനൂ സഅദിൻ്റെ പ്രസിദ്ധീകരണമായ സാഹിത്യ ഭാഷ അവിടെ നിന്നും സ്വായത്തമാക്കി. പിന്നീട് ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുകയുണ്ടായി, ഞാൻ നിങ്ങളിൽ ഏറ്റവും നന്നായി അറബ് സംസാരിക്കുന്നവനാണ്. കാരണം ഞാൻ ഖുറൈശി വംശജനാണ്. കൂടാതെ ബനൂ സഅദ് ഗോത്രത്തിലാണ് ഞാൻ എൻ്റെ ബാല്യകാലം കഴിച്ചുകൂട്ടിയത്. മാതാവിൻ്റെയും പിതാവിൻ്റെയും വേർപാട് ജീവിതത്തിൽ ഏറ്റവും കനത്ത
ആഘാതമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക്. 6 വയസ്സായിരുന്നപ്പോൾ ഒരിക്കൽ മാതാവ് അവരെയും കൂട്ടി യഥ്രിബിലേക്ക് പുറപ്പെട്ടു. അവിടെയുള്ള കുടുംബക്കാരെയും പ്രിയപ്പെട്ട ഭർത്താവ് അബ്ദുള്ളയുടെയും ഖബർ സന്ദർശിക്കാനായിരുന്നു ലക്ഷ്യം. സന്ദർശനം കഴിഞ്ഞ് മക്കയിൽ മടങ്ങവേ അബവാഹ് എന്ന സ്ഥലത്ത് വെച്ച് ആമിന ഇഹലോകവാസം വെടിഞ്ഞു. സ്നേഹനിധിയായ മാതാവിൻ്റെ വിയോഗത്തിന് ഏകാന്തതയുടെയും അഗാധമായ 2 വേദനകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിക്കാൻ തുടങ്ങി. ജനനം മുതൽ അവിടുത്തെ അവസ്ഥ ഇത് തന്നെയായിരുന്നല്ലോ. അല്ലാഹുവിന് മാത്രം അറിയുന്ന ഇലാഹ് ശിക്ഷണത്തിൻ്റെ മഹത്തത്വം ഇതിലടങ്ങിയിട്ടുണ്ട് എന്ന് തീർച്ചയാ. അബവായിൽ നിന്നും ഉമ്മു ഹൈബ ബർക്ക എന്ന സ്ത്രീ കുട്ടിയെ മക്കയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് പിതാമഹൻ അബ്ദുൽ മുത്തലിഫിനെ ഏൽപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിതാമഹനോടൊപ്പം താമസം ആരംഭിച്ചു. അദ്ദേഹം വലിയ ദയാലു ആയിരുന്നു. കഅബയുടെ തണലിൽ അദ്ദേഹത്തിന് വേണ്ടി വിരിക്കപ്പെടുന്ന വിരിപ്പയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇരുത്തി അദ്ദേഹം ഓമനിച്ചിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 8 വയസ്സായപ്പോൾ അബ്ദുൽ മുത്തലിഫും മരിച്ചു. ഒരിക്കൽ കൂടി അനാഥത്തിൻ്റെ കടുപ്പമേറിയ കഴമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വന്തം പിതാവിനെ കണ്ടിട്ടില്ല. അദ്ദേഹത്തിന് അലിവും വാത്സല്യവും അനുഭവിച്ചിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വിയോഗം റസൂലിന് അത്ര വൈകാരികമായിരുന്നില്ല. എന്നാൽ അബ്ദുൽ മുത്തലിഫിൻ്റെ സ്നേഹവാത്സല്യം അവിടെ നിന്ന് നന്നായി അനുഭവിച്ചിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വേർപാട് ഹൃദയം കീറിമുറിക്കുന്നതായിരുന്നു. 2 വൈകാരികതയ്ക്കും ഇടയിൽ വലിയ വ്യത്യാസമുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, പരലോകത്ത് ആർക്കെങ്കിലും ആരുടെയെങ്കിലും കാര്യത്തിൽ ശുപാർശ പറയാൻ അവസരമുണ്ടെങ്കിൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ്. ആ ശുപാർശ ലഭിക്കാൻ വേണ്ടിയാണ് 5 നേരവും നാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. തിരുദൂതരുടെ സൗഭാഗ്യം ലഭിക്കുന്നതിനാൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.